നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും UK ലൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഇന്ന് മലയാളി പ്രേക്ഷകർ അല്ലെങ്കിൽ ഇന്ത്യയിലെ സിനിമാ ആസ്വാദകർ അക്ഷമരായി കാത്തിരിക്കുന്ന ഒരേ ഒരു ചിത്രത്തിന് വേണ്ടിയാണ്. അത് ലൂസിഫർ എന്ന വൻ ഹിറ്റായ 2019 ആ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായി വരുന്ന എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചാണ്. എമ്പുരാൻ എന്ന ചിത്രം മലയാളി പ്രേക്ഷകർക്ക് മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ സിനിമാസ്വാദകരായിട്ടുള്ള ഓരോരുത്തർക്കും ഏറ്റവും അധികം ഹൈപ്പുള്ള, ഏറ്റവും അധികം പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ഇന്ന് ആ ചിത്രം മാറിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എമ്പുരാൻ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ആരംഭിച്ച ആ ആദ്യ മണിക്കൂറുകളിൽ ബുക്ക് മൈ ഷോ പോലുള്ള ആപ്പ് പോലും സ്ട്രക്കായി പോയിട്ടുള്ള ഒരു കാലമാണ് നമുക്ക് ഉള്ളത്. അല്ലെങ്കിൽ അത്രയധികം ഹൈപ്പോട് കൂടി എത്തുന്ന ഒരു ആദ്യ മലയാള ചിത്രമായിരിക്കും എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എമ്പുരാനിൽ നമുക്കുള്ള പ്രതീക്ഷകൾ? ഒന്ന്, മോഹൻലാൽ എന്ന ഒരു വൻകിട ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു മങ്ങിയ പ്രഭ ഉള്ള ഒരു സ്റ്റാറായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാസ് എൻ്റർടൈനർ, മാസും ക്ലാസും ഒരുപോലെ സമന്വയിപ്പിച്ച ഒരു സിനിമയുടെ ഒരു ആഘോഷമായിരിക്കും എമ്പുരാൻ എന്ന് പറയുന്നത്. ഇത് മലയാളി പ്രേക്ഷകർ മാത്രമല്ല, ഇന്ത്യൻ സിനിമ പോലും ഉറ്റുനോക്കുന്ന ഒരു ചിത്രമായി മാറുന്നത് ആ ചിത്രത്തിൻ്റെ ചിത്രം പറയുന്ന സബ്ജക്റ്റ് എത്രമാത്രം ഇൻ്റർനാഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണെന്നുള്ള ഒരു കാര്യം ഉന്നത്തിയാണ്. ഈ ചിത്രം പറയുന്നത് ഒരു പക്ഷേ ആയുധക്കള്ളക്കടത്തോ അല്ലെങ്കിൽ ഡ്രഗ് കാർട്ടലുകളെ കുറിച്ചുള്ള കഥകളാകുമ്പോൾ അതിനൊരു ഇൻ്റർനാഷണൽ ലെവല് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് എന്ന് പറയുന്നാൽ, ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഈ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം ആരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബോളിവുഡ് സ്റ്റാർ ആയിരിക്കും ഇതിൻ്റെ വില്ലൻ ആവുക, അല്ലെങ്കിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുക എന്നുള്ള സംസാരം ഇന്ന് പരക്കെ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് തോന്നിയത്, ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഒരു വില്ലൻ കഥാപാത്രമാവാനുള്ള സാധ്യത ടൊവിനോ തോമസ് ചെയ്ത ജിതിൻ രാംദാസ് എന്ന് പറയുന്ന ക്യാരക്ടറിനുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ജിതിൻ രാംദാസ് ലൂസിഫറിലെത്തുമ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള ശുഭ്രവസ്ത്രധാരിയായ ഒരു പോസിറ്റീവ് വേവ് ലെങ്ത് നമുക്ക് തരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണവും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും നോക്കിക്കാണുമ്പോൾ നമുക്ക് ഒരു അജഗജാന്തര വ്യത്യാസം അതിൽ കാണാൻ പറ്റും. കാരണം ശുഭ്രവസ്ത്രധാരിയായ ആ ജിതിൻ രാംദാസ് എമ്പുരാൻ എന്ന ചിത്രത്തിലെത്തുമ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു അപ്പിയറൻസും അദ്ദേഹത്തിൻ്റെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ള ലുക്കും ഒക്കെ മാനറിസും ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു അല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണോ എമ്പുരാനിലുള്ളത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും സംശയമായിട്ട് തോന്നിയാൽ അതിനെ തെറ്റു പറയാനാവില്ല. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിലെ ഒരു സസ്പെൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ കഥാഗതിയെ തന്നെ വളരെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് ഈ അവസരത്തിൽ ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതുപോലെ ട്രെയിലറിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ദൈവോത്രൻ തന്നെ തെറ്റ് ചെയ്താൽ ചെകുത്താനല്ലാതെ മറ്റാരാണ് ആശ്രയിക്കാനുള്ളത് എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. അപ്പോൾ ലൂസിഫർ എന്ന സിനിമയിൽ ദൈവപുത്രൻ അവതരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ് ജിതിൻ രാംദാസ് എന്ന് പറയുന്നത്. അതായത് ദൈവം എന്ന് പറയുന്നത് PK രാംദാസാണ്. ആ ദൈവത്തിൻ്റെ പുത്രനായിട്ടാണ് ജിതിൻ രാംദാസിനെ ലൂസിഫറിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ എന്ന് മോഹൻലാൽ പറയുന്നത്, അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാം പറയുന്നത് ജിതിൻ രാംദാസിനെ കുറിച്ചായിരിക്കാം. അതേപോലെ പ്രിയദർശിനി രാംദാസ് എന്ന മഞ്ജു വാര്യറിൻ്റെ കഥാപാത്രം ഈ ട്രെയിലറിൽ പറയുന്ന ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ, ജാൻവി അല്ലാതെ എനിക്ക് രക്തബന്ധമായിട്ടുള്ളത് അയാൾ മാത്രമേ ഉള്ളൂ എന്നൊരു ഡയലോഗ് പറയുന്നത്. ഈ അയാൾ എന്ന് പറയുന്നത് ജാൻവിയെ കൂടാതെ അയാൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ രക്തബന്ധമുള്ള ക്യാരക്ടർ ഒരിക്കലും ജിതിൻ രാംദാസ് ആയിരിക്കില്ല. അല്ലെങ്കിൽ ജിതിൻ രാംദാസിൻ്റെ ശേഷം ഒരുപക്ഷെ
ജതിൻ രാംദാസ് ഈ സിനിമയിൽ മരിക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ അതിന് ശേഷം ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം പ്രിയദർശിനി രാംദാസ് എന്ന് പറയുന്ന മഞ്ജു വാര്യരുടെ ക്യാരക്ടർ അതിൽ പറയുന്നത്. അപ്പോൾ ജതിൻ രാംദാസിൻ്റെ മരണശേഷമോ അല്ലെങ്കിൽ ജതിൻ രാംദാസിൻ്റെ ആബ്സെൻസിൽ രക്തബന്ധമായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്ന അയാളാണ് എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ മോഹൻലാൽ ചെയ്ത സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം ആയിക്കൂടെ എന്നുള്ളൊരു സംശയവും എനിക്ക് തോന്നുകയാണ്. ഈ PK രാംദാസും സ്റ്റീഫൻ നെടുമ്പള്ളിയും തമ്മിൽ ഉള്ള ബന്ധം എന്താണെന്നുള്ളത് ഒരു കൃത്യമായ ഒരു വിവരണം ലൂസിഫറിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ PK രാംദാസിൻ്റെ മറ്റൊരു ബന്ധത്തിലുള്ളൊരു മകനായിരിക്കും ഈ സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള ആ ഒരു വ്യക്തി. എന്തുകൊണ്ടങ്ങനെ ആയിക്കൂടാ? കാരണം അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം നോക്കിക്കഴിയുമ്പോൾ മഞ്ജു വാര്യർ പറയുന്ന ഈ കഥാപാത്രത്തിൻ്റെ ഡയലോഗും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഒരു വല്യേട്ടനായിട്ടായിരിക്കാം, അങ്ങനെ ഒരു രക്ഷകനായിട്ടായിരിക്കാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ എമ്പുരാനിൽ പ്ലേസ് ചെയ്യുന്നത് എന്നെനിക്ക് തോന്നുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ ചിന്തകളിലേക്ക് അത് മുന്നോട്ട് വെക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ കമൻറ്റുകൾ ഇതിനോടൊപ്പം വരട്ടെ. നമുക്ക് 27-ാം തീയതി നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് ഈ സിനിമ കണ്ട് ആസ്വദിക്കാം. അപ്പോൾ അതുവരെ ഇങ്ങനെയുള്ള പ്രഡിക്ഷൻസ് നമുക്ക് ചെയ്യാം. നിങ്ങളുടെ സജീവമായിട്ടുള്ള കമൻറ്റുകളും കണ്ടെത്തലുകളും ഈ വീഡിയോയ്ക്ക് താഴെ വരട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.